അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിരവധി ഉമ്മമാര് നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത് ചോദിക്കാറുള്ള ഒരു ചോദ്യം, മെൻസസ് ആണ് അല്ലെങ്കിൽ ഹൈളാണ്, നിഫാസാണ്, വലിയ ശുദ്ധിയുണ്ട്, ഖുർആൻ ഓതാൻ പറ്റുമോ, ഈ ദിക്ർ ഓതാൻ പറ്റുമോ, ആ ദിക്ർ ഓതാൻ പറ്റുമോ, ഹദ്ദാദ് ഓതാൻ പറ്റുമോ, മൗലൂദ് ഓതാൻ പറ്റുമോ? വലിയ ചോദ്യമാണ്. ഇനി അങ്ങനെ ഒരു സംശയം നമുക്ക് ഉണ്ടാവരുത്. ഇന്നത്തോടു കൂടി നമ്മുടെ സംശയം തീരണം. ഞാനതിന് വളരെ കൃത്യമായി നിങ്ങൾക്ക് അതിൻ്റെ അടിസ്ഥാനം പറഞ്ഞു തരാം. ശ്രദ്ധിച്ചാൽ മതി. ഖുർആനാണ് എന്ന ഉദ്ദേശത്തിൽ ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് പോലും ഖുർആനാണ് എന്ന ഉദ്ദേശത്തിൽ ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് പോലും ഇത്തരം ആളുകൾക്ക്, ഇത്തരം ഉമ്മമാർക്ക്, സ്ത്രീകൾക്ക് പാരായണം ചെയ്യാൻ പറ്റില്ല, ഓതാൻ പറ്റില്ല. ഖുർആനാണ് എന്ന ഉദ്ദേശത്തിൽ. ഉദാഹരണം പറയാം, ഫാത്തിഹ ഓതാണ്. ഖുർആനാണ് എന്ന ഉദ്ദേശത്തിൽ ഫാത്തിഹ ഓതിയാൽ അത് ഹറാമാണ്. എന്നാൽ ഖുർആനാണ് എന്ന ഉദ്ദേശമില്ലാതെ ഖുർആനിലെ ഏത് ആയത്തോ എന്തും ദിക്റാണ് എന്ന് ഉദ്ദേശിച്ചിട്ട് നമുക്ക് ഓതാൻ പറ്റും. ഉദാഹരണം പറയാം, ഹദ്ദാദിൽ ഒരുപാട് ദിക്റുകൾ വരുന്നുണ്ട്. ആ ദിക്റുകളൊക്കെ പലതും ഖുർആനിലുള്ളതാണ്. അപ്പോൾ ഓതാൻ പറ്റുമോ? പറ്റും. അത് ദിക്റാണ് എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ഓതുന്നത്. മൗലിദ് ഓതുമ്പോൾ ഒരുപാട് ആയത്തുകളുണ്ട് മൗലിദിൽ. അത് ഓതാൻ പറ്റും? പറ്റും. കാരണം അത് നമ്മൾ മൗലിദാണ്, ഖുർആനാണ് എന്ന ഉദ്ദേശം നമുക്കില്ല. അപ്പം നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഉദ്ദേശം എന്ന് ആദ്യം നോക്കണം. അതിനനുസരിച്ചാണ് ഇത് ഹറാമും ഹലാലും ഒക്കെ ആകുന്നത്. ഖുർആനാണ് എന്ന ഉദ്ദേശത്തിൽ ഇത്തരം ആളുകൾക്ക് ഒന്നും ഓതാൻ പറ്റില്ല, ഒരു ഹർഫ് പോലും പറ്റില്ല. എന്നാൽ ഖുർആനാണ് എന്ന ഉദ്ദേശമില്ലാതെ ഇതൊക്കെ ചെയ്യാനും പറ്റും. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.